തമിഴ്നാട്ടിൽ ജോസഫ് വിജയ് സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടു. പല നിലയ്ക്ക് ശ്രദ്ധേയമാണ് ഇപ്പോൾ തമിഴ്നാട് നിയമസഭയുടെ സമ്മേളനം. ഒന്ന്, DMK നേതാവ് ഉദയനിധി സ്റ്റാലിൻ്റെ അറസ്റ്റ്, മുഖ്യമന്ത്രി വിജയും തൃഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടുള്ള അശ്ലീല പരാമർശത്തിൻ്റെ പേരിലാണ് ഉദയനിധി സ്റ്റാലിനെ തലേദിവസം ഇന്നലെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ വൈകുന്നേരം തന്നെ വിട്ടയക്കുകയും ചെയ്തു ജാമ്യത്തിൽ. അന്വേഷണത്തോട് സഹകരിക്കണം എന്ന കോടതി നിർദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുന്നത്. അതിനെ ചൊല്ലി വലിയ പ്രതിഷേധം ഉണ്ടാകും എന്ന സൂചന ഉണ്ടായിരുന്നെങ്കിലും DMK അംഗങ്ങൾ സഭാ നടപടികളോട് സഹകരിച്ചു എന്നുള്ള കൗതുകം അവിടെയുണ്ട്. പക്ഷേ ഈ ബജറ്റ് ശ്രദ്ധേയമാകുന്നത് മറ്റു പല കാരണങ്ങളാലാണ്. ഒന്ന്, തമിഴ്നാട്ടിൽ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഫ്രീബി സംസ്കാരത്തിൻ്റെ തുടർച്ച ഈ ബജറ്റിലുമുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഈ ബജറ്റ് ശ്രദ്ധേയമാകുന്നത്. ഫ്രീബി സംസ്കാരം എന്ന് പറയാമോ എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. കാരണം ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയോ അവരുടെ മറ്റ് സൗകര്യങ്ങൾ മുൻനിർത്തിയോ സർക്കാരുകൾ ചെയ്യുന്ന പ്രവൃത്തികളെ അതൊരു ഫ്രീബി സംസ്കാരം എന്ന് വിമർശിക്കുന്നത് തന്നെ ശരിയല്ല എന്ന ഒരു ചിന്തയും വേറൊരു നിലയ്ക്കുണ്ട്. ഇത്തരം ക്ഷേമകാര്യങ്ങൾ മുൻനിർത്തി നടത്തുന്ന പ്രവൃത്തികൾ പല നിലയ്ക്ക് സംഭാവനകൾ സാമൂഹ്യ തലത്തിൽ നൽകുന്നുണ്ട് എന്ന വിലയിരുത്തലും അവിടെയുണ്ട്. പക്ഷേ നമ്മൾ ഈ ബജറ്റിനെ കുറിച്ച് ആദ്യം ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ നവവധുവിന് 1 പവൻ സ്വർണം സിൽക്ക് സാരി, ഇതിന് 812 കോടി രൂപ മറ്റുമാണ് സർക്കാർ മാറ്റിവെക്കുന്നത്. വിദ്യാർത്ഥികൾക്ക്, ജെൻസി വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ, അതുപോലെ ഹെൽമറ്റ്, അതുപോലെ വെള്ളം കുടിക്കാനുള്ള ബോട്ടിൽ, ഇതിന് ഏതാണ്ട് 715 കോടി രൂപ മാറ്റിവെക്കുന്നു. കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പുകൾ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് 2000 കോടി രൂപ മാറ്റിവെക്കുന്നു. ന്യൂബോൺ കുഞ്ഞുങ്ങൾക്ക് 1 ഗ്രാമിൻ്റെ കമ്മൽ നൽകുന്നതിന് ഏതാണ്ട് 500 കോടി രൂപ, 515 കോടി രൂപ അതിന് മാറ്റിവെക്കുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ പ്രഖ്യാപനങ്ങളുടെ മാത്രം എമൗണ്ട് തന്നെ ഏതാണ്ട് 4500 കോടി രൂപ വരും ജോസഫ് വിജയ് സർക്കാരിൻ്റെ. തമിഴ്നാടിനെ സംബന്ധിച്ചത് അത്ര പുതുമയുള്ള കാര്യമല്ല. ഒരു പക്ഷേ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തരം സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയും അധികാരത്തിലെത്തിയാൽ അത് നടപ്പാക്കിക്കൊണ്ട് ഭരണത്തുടർച്ച ഉറപ്പാക്കുകയൊക്കെ ചെയ്യുന്നൊരു രീതി ഇന്ത്യയിൽ ആരംഭിച്ച് തന്നെ തമിഴ്നാടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? നമുക്ക് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ എല്ലാം തുടരുന്നു എന്ന് കാണാം. അപ്പോൾ കഴിഞ്ഞ ദിവസം രാജീവ് പറഞ്ഞതുപോലെ വിജയും അതോടൊപ്പം ഉദയനിധി മാരനും തമ്മിലുള്ള ഒരു തർക്കം, ഉദയനിധി സ്റ്റാലിനും തമ്മിലുള്ള തർക്കം, അതിനിടയിൽ തൃഷ എന്ന ഒരു സിനിമാ താരത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റോ സാന്നിധ്യമോ, ഇതെല്ലാം തമിഴ്നാടിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നേരത്തെയും സംഭവിച്ചിരുന്നതാണ്. പല ഘട്ടങ്ങളിലായി സംഭവിച്ചിരുന്നു. MGRും ജയലളിതയും. ചരിത്രം ആവർത്തിച്ചു വരുന്നത് പോലെ തോന്നും. ഈ ഫ്രീബീസിൻ്റെ കാര്യത്തിലും യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ ആ ചരിത്രം തുടരുകയാണ്. ടെലിവിഷൻ സെറ്റ് വ്യാപകമായി ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നൽകി പിന്നീട് അത് വിതരണം ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ജയലളിതയുടെയും കരുണാനിധിയുടെയും കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ഒരു ട്രാൻസിഷൻ നമുക്ക് കാണാം. അണ്ണാദുരൈയുടെ കാലം മുതൽ ഇങ്ങോട്ട് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന വലിയ പദ്ധതികളാണ് ആദ്യം നടപ്പാക്കിയത്. അതിനുവേണ്ടി ഇപ്പോൾ തമിഴ്നാട്ടിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ മടി കാണിച്ചിരുന്ന ഒരു കാലത്ത് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കിക്കൊണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ആ വിധത്തിൽ പല പല സാമൂഹിക സമത്വം സാമൂഹിക നീതി ഉറപ്പാക്കുന്ന പല പദ്ധതികളായിരുന്നു ദ്രവീഡിയൻ രാഷ്ട്രീയത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ നടപ്പാക്കപ്പെട്ടത്. അതിനുശേഷം സിനിമ സെൻട്രിക്കായ രാഷ്ട്രീയത്തിലേക്ക് മാറിയപ്പോൾ യഥാർത്ഥത്തിൽ ജയലളിതയാണ് അതിന് കുറേ കൂടി മുൻകൈയെടുത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്ന ഇതിന് പ്രതിപകാരമായി കൺസ്യൂമർ ഗുഡ്സ് തന്നെ കൊടുക്കുക എന്നത്. ഇപ്പോൾ ടെലിവിഷൻ ആണെങ്കിൽ ടെലിവിഷൻ, അതല്ലെങ്കിൽ ആ കാലത്ത് ഗ്രൈൻഡർ കൊടുത്തിട്ടുണ്ട്, തയ്യൽ മെഷീൻ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പല രീതിയിൽ. പക്ഷേ ഇത് പിൽക്കാലത്ത് ഇതിൻ്റെ സോഷ്യൽ അസസ്മെൻ്റ് നടത്തുമ്പോൾ തമിഴ്നാട് ഇന്ത്യയിലെ സോഷ്യൽ ലൈഫ് ഇൻഡെക്സിൽ വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് നിലവിൽ എന്ന് കാണണം. അപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ ഫ്രീബീസ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ ഇതിനെ എന്ന് ചോദിച്ചാൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ സർക്കാരുകൾ ഒരു കൈക്കൂലി കൊടുക്കുന്നത് പോലെ അല്ല യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ ഇത് നടപ്പാക്കുന്നത് എന്ന് കാണാം. 5 വർഷം സർക്കാരിന് ഭരിക്കാൻ ബാക്കിയിരിക്കെയാണ്
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്ന് വിജയിച്ച് വന്ന ഒരു സർക്കാർ വാഗ്ദത്തം നടപ്പാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കൈക്കൂലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൈക്കൂലി എന്ന് പറയുന്നത് ഒരു പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 15,000 രൂപ കർഷകരുടെ അക്കൗണ്ടിലേക്ക് 6,000 രൂപ വെച്ച് കൊടുക്കുക എന്ന് പറയുന്നൊരു പ്രഖ്യാപനം നടത്തുകയും അത് നടപ്പാക്കുകയും ചെയ്തതാണ് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൈക്കൂലി. ബീഹാർ തെരഞ്ഞെടുപ്പിലും ആ വിധത്തിൽ ഡയറക്റ്റായിട്ട് 10,000 രൂപ ഓരോ വോട്ടറുടെയും അക്കൗണ്ടിലേക്ക്, വനിതാ വോട്ടറുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വെച്ച് വരുന്ന ഒരു സ്കീം പ്രഖ്യാപിക്കുകയും അത് വോട്ടെടുപ്പിനെ വലിയ തോതിൽ സ്വാധീനിക്കുകയും ചെയ്തു എന്ന് നമ്മൾ കണ്ടു. പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വോട്ടർമാരെ സ്വാധീനിക്കുന്ന വിധത്തിൽ നൽകുന്ന കൈക്കൂലിയും ഒരു സർക്കാർ അതിൻ്റെ വാഗ്ദത്തം പാലിച്ചുകൊണ്ട് ആ ഭരണകാലത്തുടനീളം നൽകുന്ന ഇത്തരം കാര്യങ്ങളും ഈ ക്ഷേമ പ്രവർത്തനമോ അതല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ടോ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സൈക്കിൾ കൊടുക്കുന്നു വിജയ് സർക്കാർ, ഇതിനു മുമ്പും കൊടുത്തിട്ടുണ്ട് സൈക്കിൾ തമിഴ്നാട്ടിൽ ഒരു കൈക്കൂലിയല്ല. തമിഴ്നാട്ടിൽ കുട്ടികളെ സംബന്ധിച്ച് സൈക്കിൾ എന്നത് ഗ്രാമീണ മേഖലയിൽ അവർക്കൊരു വലിയ തോതിലുള്ള കൈത്താങ്ങാണ്. അതിപ്പോൾ മദ്രാസ് IIT ഒരു സ്കീമുണ്ട്. അവിടെ കുട്ടികൾ ആ ക്യാമ്പസിൽ ഉപയോഗിക്കുന്ന സൈക്കിൾ അവരുടെ പഠനകാലം കഴിഞ്ഞാൽ അവർ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ പോയി ആവശ്യക്കാരായ കുട്ടികളെ കണ്ടുപിടിച്ച് വിതരണം ചെയ്യുന്ന ഒരു സ്കീമുണ്ട്. ആയിരക്കണക്കിന് സൈക്കിളുകൾ അങ്ങനെ മദ്രാസ് IIT നിന്ന് തമിഴ്നാടിൻ്റെ ഗ്രാമങ്ങളിലെത്തും. അതുപോലുള്ളൊരു പരിപാടി മാത്രമാണ് ഈ സൈക്കിൾ കൊടുക്കുക എന്നത്. അതേസമയം ഇപ്പോൾ സ്ത്രീധനം കൊടുക്കുന്നതിൽ സർക്കാർ പങ്കാളിയാകേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ കല്യാണ നടത്തിപ്പ് എന്നത് ഡയറക്റ്റായിട്ടൊരു സർക്കാർ ഏറ്റെടുക്കേണ്ടതുണ്ടോ, അതിനാണോ സർക്കാർ ഫോക്കസ് ചെയ്യേണ്ടത്, അത് വികസന പ്രവർത്തനത്തെ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായി ബാധിക്കുമോ, അത് ആ സംസ്ഥാനത്തിൻ്റെ ഫിനാൻസ് മാനേജ്മെൻറ്റിനെ ബാധിക്കുമോ എന്ന കാര്യം. സംസ്ഥാനത്തിൻ്റെ ഫിനാൻസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാർ അത് 2021 സ്റ്റാലിൻ അധികാരത്തിൽ വരുമ്പോഴും സ്റ്റാലിൻ ഒരു ധവളപത്രം പുറത്തിറക്കുന്നുണ്ട്. അതായത് അതുവരെ നിലനിന്ന ADMK സർക്കാർ തമിഴ്നാടിൻ്റെ സാമ്പത്തിക സ്ഥിതി മൊത്തത്തിൽ തകരാറിലാക്കിക്കൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്, വലിയ കടത്തിലാണ് സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ധവളപത്രം പുറത്തിറക്കി. അതിൽ വിജയ് സർക്കാർ പറയുന്നത് 10.71 ലക്ഷം കോടിയുടെ കടത്തിലാണ് സംസ്ഥാനം ഇപ്പോഴുള്ളത്. അത് അനുവദനീയമായ കടപരിധിയിൽ കൂടുതലാണ് എന്നാണ് ജോസഫ് വിജയ് സർക്കാർ പറയുന്നത്. അത്രയും കടം വരുത്തി വെച്ചുകൊണ്ടാണ് സ്റ്റാലിൻ സ്ഥാനമൊഴിയുന്നത്, അല്ലെങ്കിൽ DMK സർക്കാർ സ്ഥാനമൊഴിയുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ കടം അവിടെ നിലനിൽക്കെയാണ് ഈ പറയുന്ന സൗജന്യങ്ങളിലൂടെ കൂടുതൽ ബാധ്യത ആ സർക്കാർ അല്ലെങ്കിൽ ആ സംസ്ഥാനം ഏറ്റെടുക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. അത് നമ്മൾ ഈ എന്താ പറയുക എക്കണോമിക്കൽ ടേംസിൽ മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇതിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കേരളമായിട്ട് താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ കേരളത്തിലും സമാനമായൊരു സാഹചര്യം നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഈ സർക്കാർ അധികാരത്തിൽ വരുന്നു, VD സതീശൻ്റെ നേതൃത്വത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വരുന്നു, ഒരു ധവളപത്രം പുറത്തിറക്കുന്നു, ഏതാണ്ട് 6 ലക്ഷം കോടിയോളം രൂപയുള്ള കടത്തിലാണ് കേരളം എന്ന് പറയുന്നു. തൊട്ടുടനെ അധികാരത്തിൽ വന്നിട്ട് ഒരുപാട് എന്താ പറയുക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നു, ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ സാമ്പത്തികമായ ബേർഡൻ സംസ്ഥാനത്തിൻ്റെ ട്രഷറിക്ക് ഉണ്ടാക്കുന്നതാണ്. സമാനമായ സംഗതിയാണ് അവിടെയുള്ളത്. മറ്റൊരു താരതമ്യം എനിക്ക് കൗതുകരമായി തോന്നിയത് ഈ കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ ഏതാണ്ട് 60% ചെലവഴിക്കുന്നത് ശമ്പളം, പെൻഷൻ, അതുപോലെ പലിശയുടെ തിരിച്ചടവ് ഇതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു കണക്കുണ്ട്. തമിഴ്നാട്ടിനും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ഏതാണ്ട് 3,51,000 കോടി അല്ലെങ്കിൽ 3,51,000 കോടിയാണ് അവരുടെ ഒരു വർഷത്തെ റവന്യൂ വരവായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇതിൻ്റെ ഏതാണ്ട് 60%, 28% ശമ്പളം, 14% പെൻഷൻ. അനുപാതമായിരിക്കാം, പക്ഷേ തമിഴ്നാട് കേരളത്തെക്കാൾ വലിയ എക്കണോമിയാണ്. അതോടൊപ്പം തന്നെ ഈ കേരളത്തെക്കാൾ ഇൻഡസ്ട്രിയലൈസ്ഡ് ആണ്, കേരളത്തെക്കാൾ വ്യവസായവൽകൃതമായ ഒരു സംസ്ഥാനമാണ്. അല്ല, താരതമ്യത്തിൽ വേറൊരു കൗതുകം കൂടിയുണ്ട്. ഈ കേരളത്തിന് നമ്മളെപ്പോഴും പറയും കേരളത്തിൻ്റെ വരുമാനം, ഏറ്റവും പ്രധാന വരുമാനം എന്ന് പറയുന്നത് മദ്യവിൽപ്പനയിലൂടെയാണ്, ബാക്കി ലോട്ടറിയിലൂടെയാണ്, പിന്നെ രജിസ്ട്രേഷനും എന്ന് പറയും. തമിഴ്നാടിന് മദ്യവിൽപ്പന തന്നെയാണ് ഏറ്റവും വലിയ വരുമാനം തമിഴ്നാടിനും. ഏതാണ്ട് 50,000 കോടി രൂപയാണ് പ്രതിവർഷം മദ്യവിൽപ്പനയിലൂടെ മാത്രം തമിഴ്നാടിൻ്റെ ഖജനാവിലേക്ക് വരുന്നത്. വിജയ് അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിജയ് തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്ഷേത്രങ്ങൾ, കോളേജുകൾ, ഇവരുടെ അടുത്തുള്ള എല്ലാ മദ്യശാലകളും അടച്ചുപൂട്ടും എന്നൊരു വാഗ്ദാനം അദ്ദേഹം നൽകിയിരുന്നു. അധികാരത്തിലെത്തിയതിനെ നടപ്പാക്കാൻ ശ്രമിച്ചു, പക്ഷേ ഒരു പടി പിന്നാക്കം പോയി.
ഈ പ്രധാന വരുമാന സ്രോതസ് 50,000 കോടി രൂപയുടെ വരുമാന സ്രോതസ് അതായിരിക്കെ ആ വാഗ്ദാനം നടപ്പാക്കുന്നതിൽ നിന്ന് അദ്ദേഹം പിന്നാക്കം നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു വാഗ്ദാനങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഈ വരുമാനത്തെ ആശ്രയിച്ചേ പറ്റൂ എന്നുള്ളൊരു സ്ഥിതി അവിടെയുണ്ട്. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, കേരളവുമായിട്ട് താരതമ്യം ചെയ്യാനുള്ള പല ഘടകങ്ങൾ ഈ ബജറ്റിലുണ്ട് എന്നുള്ളൊരു ഒരു ഫാക്റ്റ് അവിടെയുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി CP ജോണിൻ്റെ പ്രസ്താവന വലിയ തോതിൽ വിവാദമായിരുന്നു. അതായത് അദ്ദേഹം ഈ സ്ത്രീകളെല്ലാവരും കൂടെ സൗജന്യ യാത്രയ്ക്ക് വേണ്ടിയിട്ട് KSRTCയുടെ പുറകെ ഓടുന്നു എന്നുള്ള മറ്റുള്ളൊരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം ഒരു പ്രശ്നമുണ്ട്. ഞാനതിനെ കണ്ടത് ഇത് ഉണ്ടാക്കുന്നൊരു സാമ്പത്തിക ബാധ്യതയുടെ പ്രഷർ മുഴുവൻ ഒരു പക്ഷേ CP ജോൺ മനസ്സിലാക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു പ്രയാസം കൂടെ ആയിരിക്കും അദ്ദേഹം പങ്കുവച്ചത് എന്നാണ് എനിക്ക് തോന്നിയത്. ഏതാണ്ട് സമാനമായ പ്രഷർ അവിടെയും തമിഴ്നാട്ടിലും ഈ സാമ്പത്തിക ബാധ്യത എന്ന് പറയുമ്പോഴേ നമ്മൾ എക്കണോമിസ്റ്റുകളുടെ കാഴ്ചപ്പാടിൽ നിന്നും മാറി ഒരു ലേമൻ്റെ പേഴ്സ്പെക്റ്റീവിലൂടെ ചിന്തിച്ചാൽ, ഇപ്പോൾ രാജീവ് ഒരു ദിവസം 1000 രൂപ ചിലവാക്കുന്നുണ്ടെങ്കിൽ ശരാശരി ഒരു മനുഷ്യൻ ഒരു മാസം 30,000 രൂപ ചിലവാക്കും എന്നൊരു അനുമാനത്തിൽ 1000 രൂപ രാജീവ് ചിലവാക്കുന്നുണ്ടെങ്കിൽ അതിലേതാണ്ട് ഒരു 300 രൂപയ്ക്ക് മേലെ 300-400 രൂപ സർക്കാരിലേക്ക് നികുതിയായിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ സാധാരണ മനുഷ്യരിലേക്ക് അതിൻ്റെ ഒരു അംശം, അതിൻ്റെ ഒരു പോർഷൻ പണമായി തന്നെ തിരിച്ചു കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കൺസ്യൂമർ ഗുഡായി അവരുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു സംഗതി തിരിച്ചു കിട്ടുന്നതിനെ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിലുള്ള ഒരു കൈക്കൂലി എന്ന ഇത് മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലെവിടെയാണ് കുഴപ്പം വരുന്നത് എന്നാണ്. അത് അതിൻ്റെ ഫിസ്ക്കൽ മാനേജ്മെൻറ്റിനെ ഈ രണ്ട് രീതിയിലും ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഈ പറയുന്ന സൗജന്യങ്ങളൊന്നും ഒറ്റ ഉദാഹരണം, കേരളത്തിലെ KSRTC സ്ത്രീകൾക്കുള്ള പദ്ധതി ഞാൻ ആദ്യം വിചാരിച്ചത് എല്ലാ KSRTC ബസ്സിലും കയറുന്ന എല്ലാ സ്ത്രീകൾക്കും സൗജന്യം നടപ്പാക്കാൻ പോവുകയാണ് എന്ന്. അങ്ങനെ നടപ്പാക്കിയാൽ പോലും യഥാർത്ഥത്തിൽ അത് കേരളത്തിലെ തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ മൊബിലിറ്റിയെ വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയാണല്ലോ ചെയ്യുക. ഇപ്പോൾ ചെറിയ വരുമാനമുള്ള സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ കൂടുതൽ എൻകറേജ്മെൻ്റ് ആവുകയാണ് ചെയ്യുക. ഒരു പക്ഷേ ചെറിയ സാലറി ആയതുകൊണ്ട് ജോലിക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് പേർ ഈ സൗജന്യ യാത്ര കൊണ്ട് ജോലിക്ക് പോകാനിടയാകും. അതെല്ലാം ഒരു എക്കണോമിക് ആക്ടിവിറ്റി അല്ലേ? അപ്പോൾ സർക്കാർ ഈ വകുപ്പിൽ ഇത്ര തന്നെ വരുമാനം കിട്ടണം എന്നൊരു കണക്കിന് പകരം സർക്കാരിൻ്റെ ഒരു പൊതു വരുമാനമായും പൊതു ചെലവായും ഇതിനെ കണ്ടാൽ യഥാർത്ഥത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാവർക്കും സൗജന്യമാക്കേണ്ടത്. ബഷീർ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ CN അണ്ണാദുരൈയുടെ കാലത്ത് ഈ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കിക്കൊണ്ട് കൊഴിഞ്ഞുപോക്കും കുട്ടികളെ കൂടുതലായി സ്കൂളിലേക്ക് കൊണ്ടുവരാനും തീരുമാനിച്ചപ്പോൾ അങ്ങനെ ഒരു സ്കീം നടപ്പാക്കിയപ്പോൾ തമിഴ്നാട്ടിന് എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായി, അതുപോലെ സോഷ്യലായിട്ടുള്ള വലിയ തോതിലുള്ള മുന്നേറ്റവും ഉണ്ടായി. ഇതിനു വേണ്ടിയിട്ടാണ് ആ പ്രോജക്റ്റ് നടപ്പാക്കി. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം സ്ത്രീകൾ കൂടുതലായിട്ട് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുന്നു. അവർ ഇപ്പോൾ ചെറിയ വരുമാനമുള്ള ഒരു തൊഴിലാണെങ്കിലും പോകാൻ തീരുമാനിക്കുന്നു. അതുവഴി അവരൊരു വരുമാനം ഉണ്ടാക്കുന്നു, അതവർ സ്പെൻഡ് ചെയ്യുന്നു. ഇതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് അവിടെ നടക്കും. അതിനോടൊപ്പം ഇതൊരു സോഷ്യൽ ആക്ടിവിറ്റി കൂടിയായിട്ട് മാറും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ സമൂഹത്തിൻ്റെ ഒരു പൊതു ഇടങ്ങളിൽ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറച്ചുകൂടെ കൂടുകയാണ് ചെയ്യുക. അതുണ്ടാക്കുന്നൊരു സാമൂഹ്യമായ മാറ്റമുണ്ട്. ഇതേ സെയിം സംഗതി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ തമിഴ്നാട്ടിലെ ടെലിവിഷൻ സെറ്റ് വിതരണത്തിൽ പോലും നമ്മൾ വലിയ പുച്ഛത്തോടുകൂടിയായിരിക്കും ഒരു പക്ഷേ അതൊരു ഇൻഫർമേഷൻ യുഗത്തിന് കാരണമായി. ഇൻഫർമേഷൻ യുഗത്തിന് കാരണമായി. അത് മാത്രമല്ല, അവിടുത്തെ ഒരു സോഷ്യൽ ഇംബാലൻസിനെ വലിയ തോതിൽ അട്ടിമറിക്കുകയാണ്, അല്ലെങ്കിൽ മാറ്റിമറിക്കുകയാണ് അന്നത്തെ സർക്കാർ ചെയ്തത്. കാരണം വെച്ചാൽ അന്ന് ടെലിവിഷൻ എന്ന് പറയുന്നത് കുറേക്കൂടെ ഒരു എന്താ പറയുക, ആർഭാടത്തിൻ്റെ സിമ്പലായി നിൽക്കുമ്പോഴാണ് സാധാരണക്കാരായ മനുഷ്യന്മാരുടെ വീടുകളിലൊക്കെ, അല്ലെങ്കിൽ അതൊരു അന്തസ്സിൻ്റെ ചിഹ്നമായി നിൽക്കുന്ന സമയത്താണ് സാധാരണക്കാരായ ആളുകളുടെ വീടുകളിലൊക്കെ ടെലിവിഷൻ സെറ്റുകൾ എത്തുന്നത്. അതൊരു സോഷ്യൽ ചേഞ്ചിൻ്റെ കൂടെ ഒരു കാരണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട്. ഈ പറയുന്ന നമ്മളിപ്പോൾ ഒറ്റയടിക്ക് ഫ്രീ ബീസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ ബഷീർ പറഞ്ഞ പോലെ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടൊരു കൈക്കൂലിയായിട്ട് അതിനെ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ഇതിനെ ഫ്രീ ബീസ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ ഇതൊരു എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഭാഗം കൂടിയാണ്. ഇപ്പോൾ 2000 കോടി രൂപ ചിലവാക്കി എല്ലാ കോളേജ് വിദ്യാർത്ഥികൾക്കും ലാപ്ടോപ്പ് കൊടുക്കാൻ അവിടുത്തെ സർക്കാർ തീരുമാനിക്കുമ്പോൾ ഒറ്റയടിക്ക് 2000 കോടി രൂപ എന്ന് പറയുന്ന വലിയ എമൗണ്ടാണ് നമ്മളുടെ കൺമുമ്പിലുള്ളത്. പക്ഷേ 2000 ലാപ്ടോപ്പുകൾ അവിടെ
വിറ്റഴിക്കപ്പെട്ട 2000 കോടി രൂപയുടെ ലാപ്ടോപ്പുകൾ ആ സംസ്ഥാനത്ത് മൊത്തത്തിൽ ഇവിടെ വിറ്റഴിക്കപ്പെടുന്നു. രാജീവ് ഒരു പ്രശ്നം, ഇപ്പോൾ കോവിഡ് കാലം വന്നപ്പോൾ എക്സ്പോസ്ഡ് ആയ ഒരു കാര്യം, ഓൺലൈൻ വഴി എഡ്യൂക്കേഷൻ എന്ന ഒരു കാര്യം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ റിമോട്ടായി നിൽക്കുന്ന ഗ്രാമീണ മേഖലയിലുള്ള ദരിദ്ര മേഖലയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലുള്ള ആക്സസ് ആണ് കട്ടായി പോയത്. അതെ. ഇവിടെ എല്ലാ കുട്ടികൾക്കും ലാപ്ടോപ്പ് കൊടുക്കും എന്ന് വരുമ്പോൾ അവിടെ ഒരു ഈക്വലൈസിങ് നടക്കുന്നുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസത്തിലേക്കും ഇൻഫർമേഷനിലേക്കും ഉള്ള ഒരു ആക്സസ്, ഈക്വൽ ആക്സസ് എന്നൊരു കാര്യം നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു സാമ്പത്തികമായ ഫലശ്രുതി എന്താകും എന്ന് നമ്മൾക്ക് പിൽക്കാലത്തെ പറയാൻ പറ്റൂ എന്നാണ്. എനിക്കിത് രാഷ്ട്രീയമായി ഇത് സൗജന്യമാണ്, ഇത് ഒരു ധനകാര്യ മാനേജ്മെൻറ്റിനെതിരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സാമൂഹികമായി ഇത് എന്ത് മാറ്റമുണ്ടാക്കും എന്ന് ഒരു പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയും ഇത് സാമൂഹികമായി എന്ത് മാറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സാമ്പത്തികമായിട്ടുള്ള ആഘാതം എന്തായാലും ഉണ്ടാകും എന്നുള്ളത് സർക്കാരിന് പിന്നെ ഇപ്പോൾ ധന ഉത്തരവാദിത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കി, സംസ്ഥാനങ്ങളെല്ലാം പാസ്സാക്കി, അതിനനുസരിച്ചിട്ടുള്ള ഘടകങ്ങൾ പാലിക്കപ്പെടണം. ഇപ്പോൾ 3.5% മൊത്തം GDP-യുടെ 3.5% സംസ്ഥാനങ്ങൾക്ക് കടം വരുത്താവൂ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ നിർത്തുക എന്ന് പറയുന്ന ഒരു സാമ്പത്തിക മാനേജ്മെൻറ്റ് ജോസഫ് വിജയ് സർക്കാർ ചെയ്യേണ്ടി വരും, ഇവിടുത്തെ VD സതീശൻ സർക്കാരും ചെയ്യേണ്ടി വരും. അത് നിർബന്ധമാണ്. അതിനു വേണ്ടിയുള്ളൊരു പെടാപ്പാട് ഈ പറയുന്ന സർക്കാരുകളൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. അത് ഒരു ഫിസ്ക്കൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് വികസന പദ്ധതികൾക്ക് ചിലവഴിക്കേണ്ടി വരുന്ന തുക പലപ്പോഴും ചിലവഴിക്കപ്പെടാതെ, അല്ലെങ്കിൽ അതിലേക്ക് നീക്കി വയ്ക്കാൻ പണം ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മറ്റടിസ്ഥാന സൗകര്യ വികസനം, റോഡുകൾ, പാലങ്ങൾ, അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടങ്ങൾ, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന സൗകര്യം, ഇതിനൊക്കെ ചിലവഴിക്കേണ്ട പണം എന്ന് പറയുന്നത് പരിമിതപ്പെടുത്തപ്പെടും എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. ഈ ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവുന്നു. മറ്റ് അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്ന സംഗതികൾക്കുള്ള പണം അവിടെ ലിമിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ ബഷീർ പറഞ്ഞ പോലെ ഇത് കുറച്ചും കൂടി ഒരു ഈസിനെസ് ഉണ്ടാക്കും. കാരണം തമിഴ്നാട് കുറേ കൂടെ വലിയ സ്റ്റേറ്റാണ്. അവിടെ ഭൂമി ആവശ്യത്തിന് അവൈലബിൾ ആണ് പല കാര്യങ്ങൾക്കും. കേരളത്തിലെ അത്രയും ചിലവില്ലാതെ ഭൂമി അവർക്ക് ഒരുപക്ഷെ അവൈലബിൾ ആവും. പിന്നെ ഇൻഡസ്ട്രിയലൈസ്ഡ് ആണ്, പല നിലയ്ക്കുള്ള വൻകിട വ്യവസായങ്ങൾ അവിടെയുണ്ട്. ആ വഴിക്കുള്ള വിഭവ സമാഹരണം കുറെ കൂടെ ബെറ്ററായിട്ട് നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് അത്. അതേസമയം ഈ ഫ്രീ ബീസിൻ്റെ പ്രശ്നം പല ഘട്ടങ്ങളിലായി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ട്. സുപ്രീം കോടതി അത് സാധാരണ ചെയ്യുന്നത് അതിലൊരു അന്തിമമായ വിധി അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന് പകരം രാഷ്ട്രീയ പാർട്ടികൾക്കും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ ആയിട്ട് അത് നിങ്ങൾക്കിടയിലൊരു സമവായത്തിലെത്തൂ എന്ന് പറഞ്ഞ് ചില അഭിപ്രായങ്ങൾ മാത്രം പറയുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ പിടിച്ചെടുക്കുന്ന വിധത്തിലുള്ള ഫ്രീ ബീസിനോട് പൊതുവായി ഇന്ത്യയിലെ ജുഡീഷ്യറി അതിനെതിരായുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആക്ഷേപം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ ഹാൻഡിക്യാപ്പ് ഉണ്ടാക്കും ഫ്രീ ബീസ് എന്നതാണ്. കാരണം പ്രതിപക്ഷ പാർട്ടിക്ക് പണം എടുത്തു കൊടുക്കാൻ കഴിയില്ലല്ലോ. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന്, സർക്കാർ എന്ന് പറഞ്ഞാൽ സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ജനങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുകയും പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയമായി ഹാൻഡിക്യാപ്ഡ് ആവുകയും ചെയ്യും എന്നൊരവസ്ഥ യഥാർത്ഥത്തിൽ ഈ ഫ്രീ ബീസ് വഴി ഭാവിയിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ വരാനുള്ള സാധ്യത. പക്ഷേ അവിടെയും ഈ ഒരു കാര്യമുണ്ട്. അതായത് ഒരു ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ആയിട്ട് നൽകപ്പെടുന്ന സംഗതികൾ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ആ സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ തൊട്ട് പിറകെ നടപ്പാക്കപ്പെടുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം വലിയ തോതിലുണ്ടാവില്ല. നേരെ മറിച്ച് ഇപ്പോൾ 2019 അല്ലെങ്കിൽ കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിലോ ഉണ്ടായതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ ജനങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പൈസ തൊട്ട് മുമ്പ് തലേന്ന് ഇങ്ങനെ പൈസ കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രതിപക്ഷത്തെ കുറെ കൂടെ പ്രതിസന്ധിയിലാക്കുക. കാരണം അതിനുള്ള സൗകര്യം ഭരണത്തിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ സംവിധാനത്തിനുണ്ട്. അത് ദുരുപയോഗം ചെയ്യും. സത്യത്തിൽ കോടതികൾ വിവിധ സംസ്ഥാനങ്ങളിൽ അത്തരത്തിൽ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാർ തന്നെയും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പൊതു പണമെടുത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന പ്രവണത കൂടുതലായിട്ടുണ്ട് എന്ന ഒബ്സർവേഷനും ഉണ്ട്. പക്ഷേ അതിലേക്ക് വലിയ തോതിൽ ഈ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് തമാശ. 2022 സത്യം പറഞ്ഞാൽ സുപ്രീം കോടതി ഇതിന് സീരിയസ് ആയിട്ട് കമൻറ്റ് ചെയ്ത്. അപ്പോൾ പോലും സുപ്രീം കോടതിയുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ടായത് ഈ ഫ്രീ ബീസിനെയും സോഷ്യൽ വെൽഫെയർ സ്കീമുകളെയും എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ പരിമിതിയുണ്ട് എന്ന് പറയുന്നത്. വളരെ ബ്ലേഡ് ആണ് യഥാർത്ഥത്തിൽ. അത് അത്ര നമുക്ക് കൃത്യമായി അത്
ഇങ്ങനെ അളന്ന് തിരിച്ച് ഇത് ഫ്രീ ബീസ്, ഇത് തെറ്റ്, മറ്റത് ക്ഷേമ പ്രവർത്തനം, അത് ശരിയെന്ന് പറയാൻ കഴിയില്ല. ഞാൻ നേരത്തെ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സൈക്കിൾ ഫ്രീ ബീസ് ആണ് എന്ന് നമുക്ക് പറയാം, പക്ഷേ സൈക്കിൾ വളരെ എംപവറിംഗ് ആയ ഒരു കാര്യമാണ് പലർക്കും. അതെ, റൈറ്റ്. എന്തായാലും കോടതിക്ക് പോലും ഒരു തീർപ്പിൽ എത്താൻ കഴിയില്ല ഫ്രീ ബീസ് ഏതാണ് അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ സ്കീം ഏതാണ് എന്നുള്ള കാര്യത്തിൽ. ആ നിലയ്ക്കുള്ള ഒരു കൺഫ്യൂഷൻ തങ്ങൾക്കുണ്ട് എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞു വെച്ച കാര്യമാണ് ഈ ഫ്രീ ബീസിൻ്റെ കാര്യത്തിൽ. അതുപോലെ ഇതെല്ലാം സർക്കാരുകളുടെ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ജുഡീഷ്യറിക്ക് ഇടപെടുന്നതിന് പരിമിതിയുണ്ട് എന്നുകൂടി സുപ്രീം കോടതി 2022 പറയുകയുണ്ടായി. 2024 ഏതാണ്ട് സമാനമായ ചില പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന്. എന്തായാലും ജോസഫ് വിജയ് സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റ്, ആ ബജറ്റിന് വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. തമിഴ്നാട് ഒരു ജനറൽ ബജറ്റിന് പുറമെ ഒരു കാർഷിക ബജറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നേരത്തെ ഉണ്ടായിരുന്ന ഒരു റെയിൽവേ ബജറ്റ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇല്ലാതാക്കി എല്ലാം കൂടി ഒരു ബജറ്റ്, ഒരു രാജ്യം ഒരു ബജറ്റ് എന്നുള്ളതിലേക്ക് നീങ്ങുകയാണെന്നുള്ള മട്ടിൽ ഒരു ബജറ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ തമിഴ്നാട്ടിൽ ജോസഫ് വിജയ് കാർഷിക ബജറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ വർഷം മുതൽ. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഫ്രീ ബീസിനെ കുറിച്ചുള്ള ഡിബേറ്റ് വീണ്ടും ഉയരാൻ ജോസഫ് വിജയ് സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റ് ഒരുപക്ഷെ കാരണമായേക്കും. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.